ആദ്യകാല മിമിക്രി താരവും ചലച്ചിത്ര അഭിനേതാവുമായ കോട്ടയം സോമരാജ് അന്തരിച്ചു. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. അഭിനയത്തിന് പുറമെ എഴുത്തിലും സോമരാജ് തിളങ്ങിയിരുന്നു. നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ പരാതിയുമായി ഏലൂർ നഗരസഭ. രാസമാലിന്യമൊഴുക്കിയ കമ്പനികൾക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭ പോലീസിൽ പരാതി നൽകി. രാസമാലിന്യമൊഴുക്കിയ കമ്പനികളുടെ വിവരങ്ങൾ ആവശ്യപ്പെട്ട് മലിനീകരണ നിയന്ത്രണ ബോർഡിനും നഗരസഭ നോട്ടീസ് നൽകിയിട്ടുണ്ട്. പെരിയാറിലെ മത്സ്യക്കുരുതി സംബന്ധിച്ച അന്വേഷണം നടത്തിയ ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് അന്വേഷണ റിപ്പോർട്ട് കൈമാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ പ്രധാനമായും തന്നെ പെരിയാറിൽ സംഭവിച്ചത് എന്ത് എന്നതിനപ്പുറം ഇതിന് കാരണമായ വിഷയങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനൊപ്പം ഇന്ന് ഏലൂർ നഗരസഭ മലിനീകരണ നിയന്ത്രണ ബോർഡിന് രേഖാമൂലം തന്നെ അവരോട് ഈ രീതിയിൽ മലിനീകരണം നടത്തിയ രാസവസ്തുക്കൾ പുറത്തേക്ക് വിട്ട കമ്പനികളുടെ പട്ടിക നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് കൈമാറിയിട്ടുണ്ട്. അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതിലേക്ക് വേണ്ടിയാണ് ഇപ്പോൾ കത്തടക്കം കൈമാറിയിരിക്കുന്നത്. പെരിയാറിലെ കുറ്റക്കുരുതിക്ക് ഉത്തരവാദികളായ കമ്പനികൾക്കെതിരെ കൃത്യമായ രീതിയിലുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് നേരത്തെ മന്ത്രി പി രാജീവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വ്യക്തമാക്കിയിരുന്നു. അതിന്റെ ഒരു തുടർച്ച തന്നെയാണ് ഇപ്പോൾ ഏലൂർ നഗരസഭയും നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. ഏലൂർ നഗരസഭയ്ക്കാണ് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്താൻ കഴിയുക. കാരണം അവരുടെ അധീനതയിൽപ്പെടുന്ന സ്ഥലങ്ങളിലാണ് ഈ കമ്പനികളടക്കം സ്ഥിതി ചെയ്യുന്നത്. കൃത്യമായ നടപടികളിലേക്ക് നീങ്ങാൻ നഗരസഭയ്ക്ക് കഴിയും. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ കമ്പനികളുടെ വിവരങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ വിവിധ ഏജൻസികളെ, വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിൽ പഠനവും റിപ്പോർട്ടുമെല്ലാം തന്നെ നടത്തുന്നത്. അതിൽ മത്സ്യ കർഷകർക്ക് അവർക്ക് നഷ്ടപരിഹാരം നൽകുന്നത് അത് എത്രയെന്നും ഈ തുക എങ്ങനെ കൈമാറണമെന്നത് അടക്കമുള്ള നിർദ്ദേശങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് മത്സ്യ കർഷകർക്ക് ഉണ്ടായിരിക്കുന്നത്. 150ഓളം കർഷകർ പെരിയാറിന്റെ ഈ തീരങ്ങളിൽ കൂട് കൃഷിയുമായി ബന്ധപ്പെട്ട ഉപജീവനം നടത്തുന്നുണ്ട്. അത് പൂർണ്ണമായും രീതിയിൽ ഇല്ലാതാക്കുന്ന രീതിയിലാണ് രാസമാലിന്യം കലർന്ന വെള്ളം പുറത്തേക്ക് ഒഴുകുന്നതിലൂടെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവരുടെ നഷ്ടങ്ങൾ ഒപ്പം ഇനി എത്ര കാലത്തേക്ക് പെരിയാറിൽ ഈ രീതിയിൽ മത്സ്യകൃഷി നടത്താൻ കഴിയുമെന്നത് സംബന്ധിച്ചും ഈ റിപ്പോർട്ട് വ്യക്തമാക്കണം. അതിൽ ആ ഒരു കാലയളവ് അവരുടെ നഷ്ടപരിഹാരമായി നിശ്ചയിക്കണമെന്നതും ആവശ്യമുയരുന്നുണ്ട്. അപ്പോൾ ഇത്തരം വസ്തുതകളെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് കൈമാറുന്നത്. അതിന് സംബന്ധിയായ കാര്യങ്ങളിൽ നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പരിസ്ഥിതി പ്രവർത്തകരുമായും ഇന്ന് ഡെപ്യൂട്ടി കളക്ടർ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആക്ഷേപമെന്ന് പറയുന്നത് രാസമാലിന്യം പുറത്തേക്ക് ഒഴുകുന്ന കമ്പനികൾക്കെതിരെ നടപടികൾ ഉണ്ടാകുന്നില്ല. വ്യക്തമായ തെളിവുകൾ അടക്കം നൽകിയിട്ടും ഇതിൽ നടപടികളില്ലാതെ പോവുകയാണെന്ന് അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി റിപ്പോർട്ടിന്റെ ഭാഗമാകുമെന്നാണ് മനസ്സിലാക്കുന്നത്.